ചെപ്പോക്കിൽ കൊൽക്കത്ത ബോളിംഗിന് മുന്നിൽ ചെന്നൈ ബാറ്റർമാർ ഓരോന്നായി വട്ടം കറങ്ങി വീഴുമ്പോൾ ക്യാമറകൾ ഗാലറിയിലെ VIP സീറ്റിലേക്ക് തിരിഞ്ഞു. അവിടെ ഒരാൾ നിരാശനായി തല താഴ്ത്തി ഇരിപ്പുണ്ടായിരുന്നു. സുരേഷ് റൈന. അതെ, ചെന്നൈക്കാരുടെ പ്രിയപ്പെട്ട ചിന്നത്തല. കഴിഞ്ഞ കുറച്ചു നാളായി ചെന്നൈ ആരാധകരെല്ലാം അയാളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ആ ടീം ഇപ്പോൾ ശരിക്കും മിസ് ചെയ്യുന്നത് ആ ഒരൊറ്റ മനുഷ്യനെയാണ്. അയാൾ ഒഴിച്ചിട്ട് പോയ വിടവ് നികത്താനാകാതെ നിലയില്ലാ കയത്തിലേക്ക് പതിക്കുകയാണ് IPL-ലെ ഈ ചാമ്പ്യൻ സംഘം. മഹേന്ദ്ര സിംഗ് ധോണി എന്ന വൻമരത്തിന്റെ നിഴലിൽ പലപ്പോഴും ആഘോഷിക്കപ്പെടാതെ പോയ റൈന ഇപ്പോൾ വീണ്ടും ചർച്ചകളിൽ നിറയുന്നത് സ്വാഭാവികം. വർഷം 2009. ഇന്ത്യയിൽ പൊതുതെരഞ്ഞെടുപ്പ് കാലമായതിനാൽ ദക്ഷിണാഫ്രിക്കയായിരുന്നു IPL-ന് വേദിയായത്. സെഞ്ചുറികളിൽ നടന്ന ലീഗ് മാച്ചിൽ ചാമ്പ്യൻ സംഘം രാജസ്ഥാൻ റോയൽസും ചെന്നൈ സൂപ്പർ കിങ്സും നേർക്കുനേർ. ടോസ് ഭാഗ്യം തുണച്ച രാജസ്ഥാൻ നായകൻ ഷെയ്ൻ വോൺ ചെന്നൈയെ ബാറ്റിംഗിന് അയച്ചു. രണ്ടാം ഓവറിൽ തന്നെ മാത്യു ഹെഡന്റെ കുറ്റിപിടിത് യൂസുഫ് പത്താൻ ക്യാപ്റ്റന്റെ തീരുമാനം ശരിവെച്ചു. മൂന്നാം ഓവറിൽ വീണ്ടും പത്താൻ ചെന്നൈയെ ഞെട്ടിച്ചു. ഇത്തവണ പാർത്ഥിവ് പട്ടേലായിരുന്നു ഇര. 3 ഓവറിനകം 2 ഓപ്പണർമാരും ഡഗൌട്ടിൽ മടങ്ങിയെത്തി. ചെന്നൈയുടെ നില പരിങ്ങലിലായിരുന്നു. പിച്ച് ഒട്ടും അനുകൂലമല്ല. വോൺ നയിക്കുന്ന RR ബോളിംഗ് നിര ചെന്നൈയെ വരിഞ്ഞു മുറുക്കുന്നു. എന്നാൽ അവിടെയാണ് 3-ാം നമ്പറിൽ ഇറങ്ങി റൈന കൗണ്ടർ അറ്റാക്ക് ആരംഭിക്കുന്നത്. പതിയെ സ്റ്റാൻഡ് സെറ്റ് ചെയ്ത് രാജസ്ഥാൻ ബോളർമാർക്ക് മേൽ ആധിപത്യം ഉറപ്പിച്ചു റൈന. ട്രേഡ് മാർക്ക് ഷോട്ടുകളിലൂടെ മനോഹരമായ ലോഫ് ഡ്രൈവും മിഡ് വിക്കറ്റിലൂടെയുള്ള പവർഫുൾ ഹിറ്റുകളുമായി സ്പിന്നർമാരെയും പേസർമാരെയും ഒരുപോലെ നേരിട്ടു. അർദ്ധ സെഞ്ചുറി പിന്നിട്ട ശേഷം അതിവേഗം സെഞ്ചുറിയിലേക്ക് കുതിച്ചു. പക്ഷേ കന്നി IPL സെഞ്ചുറിക്ക് 2 റൺസ് അകലെ വീണു. അപ്പോൾ ടീം ടോട്ടൽ 159 എന്ന ഭേദപ്പെട്ട നിലയിലെത്തിയിരുന്നു. 55 പന്തിൽ 10 ഫോറും 5 സിക്സും പറത്തി 98 റൺസ് എടുത്താണ് കൂറ്റനടിക്കുള്ള ശ്രമത്തിനിടെ റൈന വീണത്. ആ ഇന്നിംഗ്സിന്റെ ഫലത്തിൽ ചെന്നൈ രാജസ്ഥാനെ 38 റൺസിന് തോൽപ്പിക്കുകയും ചെയ്തു. അന്ന് റൈന നടത്തിയ ആ കൗണ്ടർ അറ്റാക്ക് IPL ചരിത്രത്തിലെ തന്നെ എക്കാലത്തെയും മികച്ച ഇന്നിംഗ്സുകളിൽ ഒന്നാണ്. ചെന്നൈയുടെ മിസ്റ്റർ ഡിപ്പെൻഡബിളും മിസ്റ്റർ റിലയബിളുമായുള്ള 10 ആണ്ട് നീണ്ട യാത്രയുടെ വെടിപൊട്ടുകയായിരുന്നു അന്ന് സെഞ്ചുറികളിൽ. 1 വർഷത്തിന് ശേഷം നവി മുംബൈയിലെ DY പാട്ടീൽ സ്റ്റേഡിയത്തിൽ 3-ാം സീസണിന്റെ കലാശപ്പോര്. IPL-ൽ ഏറെ ആഘോഷിക്കപ്പെടുന്ന ഒരു ചിരവൈരത്തിന്റെ തുടക്കമായിരുന്നു അത്. മുംബൈ ഇന്ത്യൻസും ചെന്നൈ സൂപ്പർ കിങ്സും നേർക്കുനേർ. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ചെന്നൈയുടെ തുടക്കം പാളി. ഹർഭജൻ സിംഗിന്റെ സ്പിന്നിനും ലസിത് മലിംഗയുടെ പേസിനും മുന്നിൽ ക്ലൂലെസ് ആയി തപ്പിത്തടയുന്നത് സാക്ഷാൽ മാത്യു ഹെഡൻ. ഓപ്പണർ മുരളി വിജയ്ക്ക് പിന്നാലെ 31 പന്ത് നേരിട്ട് വെറും 17 റൺസുമായി ഹെയ്ഡനും തൊട്ടു പിന്നാലെ 11 പന്ത് നേരിട്ട് 14 റൺസുമായി S ബദ്രിനാഥും പുറത്ത്. ചെന്നൈ പ്രതിരോധത്തിലേക്ക് വീണ സമയം. ആരാധകരെല്ലാം നിരാശയിൽ. അവിടെ കഥ ഒരിക്കൽ കൂടി രക്ഷകവേഷത്തിൽ റൈന അവതരിക്കുന്നു. പതിവ് ശൈലി വിട്ട് ആങ്കറിംഗ് റോളിൽ രക്ഷാപ്രവർത്തനം ആരംഭിച്ചായിരുന്നു തുടക്കം. ടീമിനെ 100 കടത്തിയ ശേഷം ഗിയർ മാറ്റി സ്വതസിദ്ധമായ അറ്റാക്കിംഗ് മോഡിലേക്ക് മാറി. സിക്സറും ബൗണ്ടറികളും പറത്തി മുംബൈ ബോളർമാരെ തലങ്ങും വിലങ്ങും പ്രഹരിച്ചു. 57 റൺസുമായി ടീമിനെ മികച്ച സ്കോറിലേക്ക് നയിക്കുകയും ചെയ്തു. അങ്ങനെ സച്ചിൻ ടെണ്ടുൽക്കർ നയിച്ച മുംബൈ നിരയെ തകർത്ത് ചെന്നൈ കന്നി IPL കിരീടം ചൂടി. റൈനയുടെ തോളിലേറി IPL ജൈത്രയാത്രയ്ക്ക് തുടക്കമിടുകയായിരുന്നു അന്നവിടെ ചെന്നൈ സൂപ്പർ കിങ്സ്. 2012-ൽ സ്വന്തം തട്ടകമായി ചെപ്പോക്കിലായിരുന്നു ഫൈനൽ പോരാട്ടം. ഇത്തവണ ആതിഥേയരായി ചെന്നൈയുടെ എതിരാളികൾ KKR. മറ്റൊരു നിർണായക പോരിൽ കൂടി റൈന നിറഞ്ഞാടുന്നത് അന്ന് നമ്മൾ കണ്ടു. ഫോറുകളുടെയും സിക്സറുകളുടെയും മാലപ്പടക്കം കണ്ട ഇന്നിംഗ്സിൽ 73 റൺസ് എടുത്താണ് താരം പുറത്തായത്. അന്ന് പക്ഷേ മൻവീന്ദർ ബിസ്ലയുടെ വെടിക്കെട്ടിൽ കിരീടത്തിനരികെ ചെന്നൈ വീണെങ്കിലും റൈനയുടെ ആ ഇന്നിംഗ്സ് വേറിട്ട് തന്നെ നിന്നു. 2014-ലെ ചാമ്പ്യൻസ് ലീഗ് T20 കലാശപ്പോരിൽ 2012-ലെ നഷ്ടത്തിന് ശരിക്കും കണക്ക് തീർത്തു റൈന. ആദ്യം ബാറ്റ് ചെയ്ത് ചെന്നൈക്കെതിരെ 181 എന്ന മികച്ച ടോട്ടൽ ഉയർത്തിയ ആത്മവിശ്വാസത്തിലായിരുന്നു ഗൗതം ഗംഭീറും സംഘവും. പക്ഷേ ആ പ്രതീക്ഷയ്ക്കും കോൺഫിഡൻസിനും റൈന ക്രീസിലെത്തും വരെയേ ആയുസുണ്ടായിരുന്നുള്ളൂ. പിന്നീട് അങ്ങോട്ട് ബാറ്റിംഗിന്റെ പൊടിപൂരമായിരുന്നു. പാറ്റ് കമ്മിൻസ്, കുൽദീപ് യാദവ്, പീയൂഷ് ചൗള, യൂസുഫ് പത്താൻ എന്നിവരൊക്കെ ഉൾപ്പെടുന്ന കൊൽക്കത്ത ബോളർമാരെ നിലം തൊടാതെ ഗാലറിയിലേക്ക് പറത്തി റൈന. നിർണായക മാച്ചിൽ സെഞ്ചുറിയുമായി സംഹാര താണ്ഡവമാടി. ഒടുവിൽ നായകൻ MS ധോണിക്കൊപ്പം ടീമിനെ ഫിനിഷിംഗ് ലൈനിലെത്തിച്ച് ടീമിന് 2-ാം ചാമ്പ്യൻസ് ലീഗ് T20 കപ്പും സമ്മാനിച്ചു. അങ്ങനെ എത്രയെത്ര ഇന്നിംഗ്സുകൾ. 2013-ൽ പഞ്ചാബിനെതിരെയുള്ള കന്നി IPL സെഞ്ചുറി മറക്കാനാകുമോ? 2011-ൽ ക്വാളിഫയർ പോരാട്ടത്തിൽ ബാംഗ്ലൂരിനെതിരെ കളിച്ച ആ ഇന്നിംഗ്സ്. 2014-ലെ IPL ക്വാളിഫയറിൽ പഞ്ചാബിനെതിരെയുള്ള തീപ്പൊരി ബാറ്റിംഗ്. 2018-ൽ ടീമിന്റെ കംബാക്ക് സീസണിൽ ഹൈദരാബാദിനെതിരെ പുറത്താകാതെ നേടിയ 54 റൺസ്. തോൽവിയുടെയും തകർച്ചയുടെയും വക്കിൽ നിന്ന് എത്ര തവണ അയാൾ ടീമിനെ കരകയറ്റി.
റെക്കോർഡ് ബുക്കുകളിലൊന്നും കാണാൻ കിട്ടാത്ത സെൽഫ്ലെസ് ആയ ഇന്നിംഗ്സുകളായിരുന്നു അതെല്ലാം. ടീം തകർന്നടിയുമ്പോൾ ആങ്കർ റോളിൽ കളിക്കും, ഗിയർ മാറ്റി ആണ്ടടിക്കും, ചിലപ്പോൾ വന്നപാടെ ബോളർമാരെ ഗാലറിയിലേക്ക് പറത്തും. ചെന്നൈയുടെ 3-ാം നമ്പറിൽ എക്കാലവും എതിരാളികൾക്ക് തലവേദന സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു അയാൾ. IPL-ൽ ആദ്യമായി 5000 റൺസ് തികക്കുന്ന താരമെന്ന റെക്കോർഡും സ്വന്തം പേരിലാക്കി. ചെന്നൈയുടെ വിശ്വസ്തൻ അങ്ങനെ മിസ്റ്റർ IPL-മായി. ഇന്ത്യൻ ടീമിൽ കളിക്കുന്ന കാലം തൊട്ടേ MS ധോണിയുടെ തോഴനായിരുന്നു റെയ്ന. എപ്പോഴും മാൻ ഓഫ് ദ സീരീസ് സമ്മാനമായി ലഭിച്ച TVS ബൈക്കിൽ ധോണിക്ക് പിന്നിൽ ഇരുന്ന് ഗ്രൗണ്ട് വലം വെക്കുന്ന കാഴ്ചകൾ കണ്ടിട്ടില്ലേ? അതായിരുന്നു എപ്പോഴും അയാളുടെ സന്തോഷം. ചെന്നൈയിലും ആ വേഷം കെട്ടിയാടുകയായിരുന്നു റെയ്ന. ധോണി എന്ന സക്സസ്ഫുൾ നായകന്റെ വിജയഗാഥയ്ക്ക് പിന്നിലെ വിജയരഹസ്യമായി റെയ്ന എന്ന പേര് അത്രയധികം ആഘോഷിക്കപ്പെടാറില്ല. അല്ല, റെയ്നയും അത് ആഗ്രഹിച്ചിരുന്നില്ല. എന്നും ധോണിയുടെ നിഴലായി കളി കാണായിരുന്നു ആഗ്രഹം. പ്രിയപ്പെട്ടവന് വേണ്ടി മരിച്ചു കളിക്കുകയായിരുന്നു എന്നും ഗ്രൗണ്ടിൽ അയാൾ. അതുകൊണ്ടൊക്കെ തന്നെ തലക്കൊപ്പം ചിന്നത്തല എന്ന് പേരിട്ട് ചെന്നൈ ആരാധകർ അയാളെ ധോണിക്കൊപ്പം അതിരട്ടി സ്നേഹിച്ചു, ആഘോഷിച്ചു. ബാറ്റ് കൊണ്ട് മാത്രമല്ല, ആവശ്യം വന്നാൽ പന്തുമെടുക്കും, ഫീൽഡിൽ പാറി നടക്കും. ശരിക്കും ഒരു ടോട്ടൽ ക്രിക്കറ്റ് പാക്കേജ് ആയിരുന്നു റെയ്ന. ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന ചാമ്പ്യൻ ബ്രാൻഡിന്റെ നെടുന്തു. അങ്ങനെ ഒരാളോട് 2022 മെഗാ ഓപ്ഷനിൽ CSK മാനേജ്മെന്റ് ചെയ്തത് എന്തായിരുന്നു? ലേലത്തിൽ 3 തവണ മാറി മാറി വന്നിട്ടും ചെന്നൈ റെയ്നയെ ഒന്ന് വിളിക്കുക പോലും ചെയ്തില്ല. ആ സീസണിൽ അൺസോൾഡ് ആവുകയും ചെയ്തു റെയ്ന. ഒരു IPL ഇതിഹാസത്തിന്റെ അന്ത്യം കുറിക്കപ്പെടുകയായിരുന്നു അവിടെ. ചെന്നൈ ആരാധകർക്ക് മാത്രമല്ല, റെയ്നയ്ക്കും വലിയ ഷോക്കായി ആ തീരുമാനം. ഉറ്റ കൂട്ടുകാരൻ ധോണി റെയ്നയെ ചതിച്ചെന്ന വിമർശനം ഉയർന്നു. പക്ഷേ ആ വിവാദങ്ങളെല്ലാം കെട്ടടങ്ങിയിട്ടും റെയ്ന മഞ്ഞ ജേഴ്സിയുമായി വീണ്ടും ചെപ്പോക്കിലെത്തി. ചെന്നൈയെ സപ്പോർട്ട് ചെയ്യാൻ ഓരോ മൈതാനത്തും എത്തി. പഴയ മുറിവുകൾ മറന്ന് അയാൾ ഇപ്പോഴും ചെന്നൈക്കും ധോണിക്കും വേണ്ടി ആർത്തു വിളിക്കുന്നു. ടീമിന്റെ പതനത്തിൽ നിരാശ പങ്കിടുന്നു. പക്ഷെ അയാളെപ്പോലൊരാൾ പിന്നീട് ചെന്നൈയിലല്ല, ഒരു ഫ്രാഞ്ചൈസിയിലും വന്നിട്ടില്ല. അമ്പാട്ടി റായിഡു, റോബിൻ ഉത്തപ്പ, അജിൻക്യ രഹാനെ, അങ്ങനെ പല പരീക്ഷണങ്ങൾ നടത്തി വിജയം കണ്ടിട്ടുണ്ട് ചെന്നൈ. അതെല്ലാം താൽക്കാലികം മാത്രമായിരുന്നു. ടീമിന്റെ ഏറ്റവും മോശം ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ഈ സമയത്ത് ചെന്നൈ മാനേജ്മെന്റും അത് തന്നെയാകും ആലോചിക്കുന്നത്. ചെന്നൈയെ രക്ഷിക്കാൻ അയാളെപ്പോലൊരാൾ ഇനി ഉദയം ചെയ്യുമോ?